ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ മുളക് ചാറാണ്. മീൻ മുളക് ചാറിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. നമുക്ക് ആദ്യമായി തന്നെ എപ്പോഴത്തെയും പോലെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഉലുവയും കടുകും വിട്ടുള്ളൊരു കളിയില്ലല്ലോ മീൻ കറിക്ക്, അതിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ജസ്റ്റ് ഇടികല്ലിൽ തല്ലി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ജസ്റ്റ് തല്ലി എടുത്തിട്ടുള്ളതാണ്. അരഞ്ഞ് പേസ്റ്റായൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റ് ഗോൾഡ് നിറം ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം പെട്ടെന്ന് അധികം ഒരു സാധനങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുളക് ചാറാണ്. അപ്പോൾ പൊടിയുടെ പച്ചമണം മാറിയപ്പോൾ തന്നെ ഞാനിതിലേക്കൊരു 3 പഴുത്ത ടൊമാറ്റോ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മീൻ വേവിച്ച് എടുക്കാനായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചൂരമീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് അടി തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീൻ. അതെ, നമുക്കൊന്ന് ഒരു തുണി വെച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ചട്ടി, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊണ്ടൻ മുളക്, ട്രിവാൻഡ്രം മുളകെന്ന് പറയും. അധികം എരിയൊന്നുമില്ല കേട്ടോ ഇതിന്. ഇത് മീൻകറിയിലിടുമ്പോൾ നല്ല രുചിയാണ്, എടുത്ത് കഴിക്കാൻ തന്നെ. നന്നായിട്ടൊന്ന് അടിതട്ടി ഇളക്കി കൊടുക്കാവേ ഒന്നുകൂടി. ഇനി ഇതിലേക്ക് ഞാൻ പച്ച വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ കുടംപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടുക്കാച്ചി മുളക് ചാറ്, മീൻ മുളക് ചാറ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല കപ്പയുടെ കൂടെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഒരു പൊന്നു അടിപൊളിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റും വേണം, സപ്പോർട്ടും വേണം കേട്ടോ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.